ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുരുഷന്മാര് കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട് പൊതുവെ ഒരു റിലേഷൻഷിപ്പിൽ. ഇപ്പൊ അവര് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ ചില സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ അവരുടെ ലൈഫിലേക്ക് വരുന്ന അവരുടെ പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം, ഈ രീതിയിലുള്ള കുറേ ചിന്താഗതികളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ മനസ്സിലുള്ള സ്ത്രീ സങ്കല്പം എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അവരിഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയുള്ള ഒരാളെ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. കുറച്ച് സ്വഭാവങ്ങൾ. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് എന്നുള്ളതാണ്. ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ടാവും, മനസ്സ് മനസ്സിലാക്കാൻ എങ്ങനെ പറ്റുക എന്നുള്ളത്. സത്യമാണ്, അവർ പറയാതെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ അവരൊരു വിഷമമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം, അവർക്ക് വിഷമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അവരെ കണ്ടു കഴിയുമ്പോൾ മീൻസ് അവര് സാധാരണ ഇരിക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടിരിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ അവരുടെ പെരുമാറ്റത്തിൽ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് മനസ്സിലാകുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക, എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിക്കുക. അതായത് അവര് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല അവർക്ക് വിഷമമുണ്ടെന്നുള്ളത്, പക്ഷെ നമ്മളത് മനസ്സിലാക്കി അവരോട് ചോദിക്കുമ്പോൾ ഓഫ്കോഴ്സ് അവർക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവര് വിചാരിക്കുന്നത് നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ രീതിയിലൊക്കെ ചോദിച്ചാൽ മതി. അതല്ലാതെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മളിങ്ങനെ കുത്തി ചോദിക്കുക അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ അവരോട് നോർമലി ചോദിക്കുക, അവർക്ക് പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറയട്ടെ, ഇല്ലെങ്കിൽ അതങ്ങോട്ട് വിട്ടേക്കുക, അവർക്ക് തോന്നുന്ന സമയത്ത് പറഞ്ഞോളും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്, അവരുടെ സ്ട്രെസ്സും ടെൻഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാൻ ശ്രമിക്കുക, അറിഞ്ഞു പെരുമാറുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കഴിവ് അവർക്ക് ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്പെക്ട് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എപ്പോഴും ബഹുമാനം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുക. ഓഫ്കോഴ്സ് അവരത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ. പുരുഷന്മാരെന്ന് പറയുമ്പോൾ ബഹുമാനം കിട്ടണം എന്ന് വിചാരിക്കുന്നവരാണ്. നമ്മൾ സ്ത്രീകളൊക്കെ ആകുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ പുരുഷന്മാർ അങ്ങനെയല്ല. റെസ്പെക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർത്തി സംസാരിക്കാതെ വളരെ സോഫ്റ്റ് ആൻഡ് കാം ആയ രീതിയിൽ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പബ്ലിക്കായി നിന്നുകൊണ്ട് അവരുടെ അടുത്ത് ഒരിക്കലും നമ്മൾ മോശമായി ബിഹേവ് ചെയ്യരുത്. റെസ്പെക്ട് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഏതൊരു കാര്യത്തിലും. ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമ്മൾ അവരെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ കൂടി ഇതെന്റെ പാർട്ട്ണർ ആണെന്ന് പറയുമ്പോൾ കൂടി നമുക്ക് ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതൊക്കെ അവർ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അവർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന റെസ്പെക്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. എന്ന് കരുതി പേര് വിളിച്ച് സംസാരിക്കരുത്, അങ്ങനെയൊന്നുമില്ല. ബിക്കോസ് ഇന്നത്തെ കാലഘട്ടത്ത് നോർമലി അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അതൊരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ എപ്പോഴും നമുക്കറിയാലോ റെസ്പെക്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ ഒരു റെസ്പെക്ട് എപ്പോഴും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ അങ്ങനെയുള്ള ഒരു ലേഡി ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പീസ്ഫുൾ വൈബാണ്. അതായത് ഭയങ്കര സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം ഞാൻ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോകുമ്പോൾ. അത് എല്ലാവരും വിചാരിക്കണ്ടാവും. വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ആ ഒരു വൈബ് ഉണ്ടായിരിക്കണം. അത് എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലുള്ള ആഗ്രഹം. അവർക്ക് സമാധാനമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മളിപ്പോൾ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, അതായത് എല്ലാവരും നല്ല കേട്ടോ, കുറച്ച് പേര് പറയുന്ന ഒരു ആൻസറാണ്. ആരുടെയും എന്താണ് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേണ്ടാവുക കുറച്ച് സമാധാനം കിട്ടണമെന്നുള്ളതായിരിക്കും. അത് റിലേഷൻഷിപ്പിലുള്ളവരായാലും അങ്ങനെ പറയാറുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം സമാധാനം എന്നുള്ളതിന് പുരുഷന്മാർ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ഫോണൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, റീൽസോ കാര്യങ്ങളോ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെന്ന് പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോൾ നോക്കിയാലും ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതല്ലാണ്ട് വേറെ ഒരു പണിയില്ല ചെയ്യാനായിട്ട്, എന്താ വന്ന് കയറിയിട്ടുള്ളപ്പോഴത്തേക്കും ഫോൺ എടുത്ത് ഇരുന്നു എന്ന് നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ ഉണ്ടാവും? അവർക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല. അയ്യോ, ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനാണ് ഇരുന്നത്, അതിനുള്ള സമാധാനം പോലും കിട്ടുന്നില്ലല്ലോ എന്നാണ് അവർ വിചാരിക്കുക. നേരെ മറിച്ച് നമ്മളൊന്ന് തിരിച്ചാലോചിച്ച് നോക്ക്. ഒരു 5 മിനിറ്റ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ചായ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അവരങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതായത് ജസ്റ്റ് ഒരു ചായ നമുക്ക് കൊടുക്കാം. പിന്നെ അവർ ആ ഒരു ഫ്രീ ടൈം അവർ എൻജോയ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ശല്യം ചെയ്യാതെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അവരവിടെ ഹാപ്പി ആയിരിക്കും. ദെൻ ആ ഒരു 5 മിനിറ്റ് അവരൊന്ന് ഫ്രീ ആയതിനു ശേഷം അവർ നമ്മുടെ അടുത്തേക്ക് വരും, പിന്നെ നമ്മളോട് സംസാരിക്കും. അങ്ങനെയൊക്കെയാണ്. നേരെ മറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പോയിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുവാണെന്നുണ്ടെങ്കിൽ അവരുടെ സമാധാനം പോവും. പിന്നെ അവർക്ക് നമ്മളോട് മിണ്ടാനുള്ളൊരു മൂഡ് പോലും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്കിടയിൽ ചെറിയ 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 രീതിയിലുള്ള ഒരു ഒത്തുചേരായ്മകളും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും.
അപ്പോൾ രണ്ടാമത്തെ അല്ലേ നല്ലത്? ഓഫ് കോഴ്സ് അതാണ് നല്ലത്. കുറച്ചൊക്കെ സമാധാനം അവർക്ക് കൊടുക്കുക. സമാധാനം കിട്ടണം എന്നുള്ളത് അവർ ആഗ്രഹിക്കാറുണ്ട്. തെറ്റായിട്ടുള്ള കാര്യമല്ല കേട്ടോ അത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ അവരെ സംശയിക്കാൻ നിൽക്കരുത്. എപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്നെ ഒരിക്കലും വഞ്ചിക്കില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് അവരൊത്തിരി ആഗ്രഹിക്കാറുണ്ട്. അവരെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം അവരുടെ പാർട്ട്ണർ എന്നുള്ള നിർബന്ധമാണ്. ചെറിയ രീതിയിൽ പോലും നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ അവർക്കത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഒരിക്കലും പെരുമാറാതിരിക്കാം. അവരെ സംശയിക്കാത്ത ഒരു പാർട്ട്ണർ വേണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സ്വഭാവമാണ് അവർ ആഗ്രഹിക്കാറുള്ളത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെമിനിൻ സോഫ്റ്റ്നെസ് ആണ്. വേറൊന്നുമല്ല, നമുക്ക് സ്ത്രീകളെ നോർമലി അറിയാം, ഒത്തിരി വാത്സല്യമുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ഭയങ്കര ഒരു കെയറിങ് എപ്പോഴും അവരുടെ ഭാഗത്തുണ്ടാവും. അപ്പോൾ പുരുഷന്മാർ എപ്പോഴും ഈ ഒരു കെയറിങ് ആഗ്രഹിക്കാറൊന്നുമില്ല, എങ്കിലും ചില സമയങ്ങളിൽ ആ സോഫ്റ്റ് ആയിട്ടുള്ള ടച്ചും കെയറിങ്ങും ഒക്കെ അവർ ആഗ്രഹിക്കാറുണ്ട്. സ്പെഷ്യലി അവരിങ്ങനെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, സോഫ്റ്റായി നമ്മൾ അവരെ ടച്ച് ചെയ്യുന്നത്, ഹെയറിലൊക്കെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ ഓടിക്കുന്നത്, ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ അവർക്ക് കുറച്ച് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പം അങ്ങനെ ചെറിയ രീതിയിലുള്ള സ്ത്രീകളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് സ്ത്രീകൾ ചെയ്യുന്ന ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ഒരു സ്വഭാവം അവർ ഒത്തിരി ഇഷ്ടപ്പെടാറുണ്ട്. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ ആണ്. കുറച്ചൊക്കെ ജോക്ക് പറയുക എന്നുള്ളത്. ചെറിയ രീതിയിലുള്ള തമാശകളും കാര്യങ്ങളും പറയാം. ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന ലേഡീസിനെ ആർക്കും ഇഷ്ടമല്ല. പുരുഷന്മാരെയും അങ്ങനെ തന്നെയാണ്, ആർക്കും വല്ലാണ്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ തമാശകൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാം. അതായത് എപ്പോഴും ഭയങ്കര സീരിയസ് ആയിരുന്നു കഴിയുമ്പോൾ വലിയ രസം ഉണ്ടാവില്ലല്ലോ. അപ്പൊ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങളുടെ കുട്ടിക്കളിയും നിങ്ങളുടെ തമാശകളും കാര്യങ്ങളൊക്കെ അവർ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ചെറിയ രീതിയിലുള്ള തമാശകളൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. ഇനി ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റും നമ്മുടെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെയാണ്. അതായത് അവർ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് എപ്പോഴും ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളോട് തന്നെ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു ആത്മവിശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആത്മവിശ്വാസം ഉള്ള ആളുകളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടാറുള്ളത്. സോ അത്തരത്തിലൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കാറുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതല്ല, പൊതുവേ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ലൈഫ് പാർട്ട്ണർ ആക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവെ പുരുഷന്മാർ ചിന്തിക്കുന്ന ഒരു കാര്യം. സോ അവർ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സ്ത്രീ സ്വഭാവം എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റും അതുപോലെ തന്നെ കുറച്ച് കോൺഫിഡൻസും ഉള്ള ഒരു പേഴ്സൺ ആണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കുക, ഒത്തിരി അപ്രിസിയേഷൻസ് ഒക്കെ നൽകുക എന്നുള്ളതാണ്. സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്, പുരുഷന്മാരും ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ പൊതുവെ പറയാറുണ്ട് ഏതൊരു സ്ത്രീയുടെ വിജയത്തിന്റെ പിന്നിലും ഒരു പുരുഷനുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ പുരുഷന്മാരും ആഗ്രഹിക്കാറുണ്ട് അവരുടെ വിജയത്തിന് മുമ്പിൽ ഒരു സ്ത്രീ വേണം എന്നുള്ളത്. നമ്മൾ അവരെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പം മിക്ക പുരുഷന്മാർക്കും പലപ്പോഴും അവർക്ക് ഉള്ളൊരു കുഴപ്പം അല്ലെങ്കിൽ അവരുള്ള ഒരു കുറവെന്ന് പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്ത്രീ ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും അവരുടെ പാർട്ട്ണർ അത് ചെയ്യാറുമില്ല. പക്ഷെ നമ്മളത് ചെയ്ത് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ പാർട്ട്ണർ ആവുന്നത്. അതായത് അവർക്ക് എന്താണോ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇത് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു നല്ല കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളായിട്ട് കാണുകയും അതിന് അപ്രിസിയേഷൻസ് നൽകുകയൊക്കെ ചെയ്യുക. ഇതൊക്കെ അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മുടെ ഭാഗത്ത് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകണം, അത്തരം സ്വഭാവങ്ങളുടെ ഒരു പേഴ്സൺ ആകണം എന്നുള്ളതാണ് പുരുഷന്മാർ പൊതുവെ ആഗ്രഹിക്കാറുള്ളത്. സോ നിങ്ങൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ത്രീ ആവാനാണ് തയ്യാറാവുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുരുഷന്മാർ ഇഷ്ടപ്പെടുന്ന സ്ത്രീ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.